പാട്ട് കേട്ടു, ഡാൻസ് കണ്ടു. അപ്പൊ ഈ ഒരു പ്രസംഗം ആയാലോ? ഉറപ്പായിട്ടും നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രസംഗം കേൾക്കാം. ഓക്കെ, മോനെ ഏത് ഭാഷയാണ്? തമിഴ്. മലയാളം അല്ല, ഹിന്ദി അല്ല, തമിഴാണ്. തമിഴാണ്. തമിഴ് പ്രസംഗം വെറൈറ്റി. ഏത് സ്കൂളിൽ നിന്നാണ്? കണ്ണൂരാ, കടമ്പൂർ ഹൈസ്കൂൾ. കണ്ണൂരിൽ നിന്നാണ് മോൻ വരുന്നത്. അപ്പൊ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ജില്ല വരെ പോയിനേനും പിന്നെ അവിടെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ കൊല്ലാന്ന് സ്റ്റേറ്റിൽ വരാൻ പറ്റി. ഈ കൊല്ലം സ്റ്റേറ്റിൽ വരാൻ പറ്റി. സ്റ്റേറ്റിൽ വന്ന് ഇതാ സമ്മാനവും വാങ്ങി കണ്ണൂർക്ക് മടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ സ്റ്റേജിലും വരാൻ പറ്റി. അതെ 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 അതെ. അപ്പൊ നമുക്ക് മോന്റെ പ്രസംഗം കേട്ടാലോ? ഉറപ്പായിട്ടും. எனக்கு கிடைச்ச தலைப்பு அறிவியல் வளர்ச்சியின் நன்மையும் தீமையும். இந்த அறிவியல் வளர்ச்சியில் நன்மையும் இருக்குது, தீமையும் இருக்குது. அதில் நன்மை என்னவென்று தெரியுமா? நம்ம மனிதர்களால் செய்ய முடியாத எந்த வேலையுமே இந்த செயற்கை நுண்ணறிவால் செய்ய முடியும். இப்போ உதாரணம் எடுத்துக்கிட்டோன்னா, இப்போ நம்ம உலகத்தில் ஒரு பரவக்கூடிய நோய் வந்திருக்கு. இப்போ நாம் கிட்ட போனோன்னா அது நமக்கும் வந்துடும். ஆனால் இந்த ரோபோ போன்ற செயற்கை நுண்ணறிவால் அதுக்கிட்ட போகவும் முடியும், அதுக்கு அவரை உதவி பண்ணவும் முடியும். ஆனால் இதோட தீமை என்னவென்று தெரியுமா? வேலை இழப்பு தான் இதோட முக்கிய தீமை. ஏன்னா இந்த ரோபோ போன்ற செயற்கை நுண்ணறிவுக்கு மின்சாரம் தான் அடிப்படையாக இருக்குது. அதனால இந்த ரோபோவுக்கு காசும் தேவையில்லை, பணமும் தேவையில்லை. அதனால வேலை இழப்பு ரொம்ப அதிகமாக இருக்கும். ഹരീഷ്, അവൻ മണി പോലെ പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല, കാരണം എനിക്ക് മനസ്സിലായോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ മോൻ നല്ല ഫ്ലൂവൻ്റ് ആയിട്ടാണ് തമിഴ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കാൻ ഒരു അവസരം കിട്ടിയത്? എങ്ങനെയാണ്? അമ്മ തമിഴ്നാട്ടിലാണ് പഠിച്ചു വളർന്നത്, അതുകൊണ്ട് അമ്മ പഠിപ്പിച്ചു തന്നു. അപ്പൊ അമ്മയാണ് ഗുരു, അമ്മയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അമ്മ പഠിപ്പിച്ച് മോന് സമ്മാനം വാങ്ങിയത് മടങ്ങുകയാണ്. എന്തായാലും അമ്മ എല്ലാവിധ ആശംസകളും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്.